12 വയസ്സുകാരിയുടെ ദാരുണമരണം. നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. തൃക്കാക്കരയിൽ 12 വയസ്സുകാരി ദാരുണമായി മരിച്ച സംഭവത്തിൽ നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സംഭവത്തിൽ നഗരസഭാ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാരും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് ഷിജുവിന്റെ ക്യാമ്പിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് CP സാജൽ, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മീനു സുകുമാരൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സഹോദരനുമൊത്ത് സൈക്കിൾ ചവിട്ടുന്നതിനിടെ റോഡിൽ നിന്ന് 28 അടി താഴ്ചയിലേക്ക് വീണ് മരിച്ച റിഹാന കാതറിൻ ആൻഡ്രൂസിന്റെ സംസ്കാര ചടങ്ങിന് ശേഷം പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് ഷിജുവിനെ ക്യാമ്പിന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധം ആരംഭിച്ചു. തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രതിഷേധവുമായി മുന്നിട്ടെത്തി. ഒടുവിൽ സുരക്ഷാ നിർമ്മാണം ആരംഭിച്ചതോടെ സമരം അവസാനിപ്പിച്ചു. കൗൺസിലർമാരായ CA നിഷാദ്, PN പ്രശാന്ത്, KA നജീബ്, നീരൂപ ചങ്ങന്തറ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PB ദീപക്, ഹക്കീം അലിയാർ, ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു വേണുഗോപാൽ, ബ്ലോക്ക് പ്രസിഡന്റ് MS ഭാഗ്യലക്ഷ്മി, ട്രഷറർ KD ധനീഷ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഇതൊരു രാഷ്ട്രീയ സമരമായിട്ട് ആരും കാണേണ്ടതില്ല. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും കലർത്തിയിട്ടില്ല. കാരണം ഒരു പിഞ്ചു കുഞ്ഞ് അതിൻ്റെ കിടപ്പ് ഇന്ന് കണ്ടിട്ട് ഞങ്ങൾ കൗൺസിലർമാർക്ക് അടക്കം സഹിക്കാൻ പറ്റാത്തൊരു രീതിയിൽ ആ കുടുംബത്തിലെ ആളുകൾ, ആ കുട്ടിയോടൊപ്പം പഠിക്കുന്ന കൂട്ടുകാരികൾ, അവരുടെ എല്ലാം സങ്കടം കണ്ടിട്ട് വളരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും. എന്നിട്ട് അവിടെയുള്ള ആ വാർഡ് കൗൺസിലർ പത്രവാർത്താ പ്രവർത്തകരെ ആരെയും ഇതിനകത്തേക്ക് കടത്തരുത് എന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ആരെയും ആ ഹാളിനകത്തേക്ക് ഈ കുട്ടിയുടെ ബോഡി കാണുന്ന സ്ഥലത്തേക്ക് പോലും വരാതെ ഇരിക്കാൻ വേണ്ടി അടക്കം ശ്രമിച്ചു. ഞങ്ങളെല്ലാവരും ചെന്നു. തൃക്കാക്കരയിലെ പ്രമുഖരായിട്ടുള്ള ഈ പത്രപ്രവർത്തകരടക്കം എല്ലാവരും അവിടെ ഉണ്ടായി. ഒരു വിഷയവുമില്ല. കൃത്യമായി ഞങ്ങൾ കണ്ടു. ഈ വിഷയത്തിനകത്ത് ഇന്നലെ ഞങ്ങൾ ഇടപെട്ടപ്പോൾ തന്നെ പറഞ്ഞു, തൃക്കാക്കര നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് കത്ത് മൂലം തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പത്രപ്രവർത്തകരായിട്ടുള്ളവരുടെ മുന്നിൽ വെച്ച് തന്നെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങാമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ, സെക്രട്ടറിയുടെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ തന്നെ ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. എന്നാൽ ഇന്നിപ്പോൾ ആ കുഞ്ഞിൻ്റെ ബോഡി അവസാന ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് അടക്കം ചെയ്യുന്ന പ്രവർത്തനത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോഴും ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് ഉദ്യോഗസ്ഥർ അനാസ്ഥ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ വാതിലുകൾ അടച്ച് റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്ത് ഇവിടുന്ന് പോയേക്കുക. എവിടെ പോയി ഒളിച്ചാലും ഇപ്പോൾ ഈ വിഷയത്തിനൊരു പരിഹാരം കണ്ടില്ല എങ്കിൽ നാളെ നിങ്ങൾ ഇവിടെ വന്നാലും തടയും. ഈ വിഷയത്തിന് യാതൊരു പരിഹാരവും കാണാതെ ഇന്ന് ആ കൺസ്ട്രക്ഷൻ വർക്ക് അവിടെ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ സംരക്ഷണ ഭിത്തി എങ്ങനെയാണോ പണിയേണ്ടത് ആ രീതിയിൽ ആ ഭിത്തി പണിത് കൊടുത്തില്ല. അത് സ്വകാര്യ ഭൂമിയാണ്, ഫ്ലാറ്റുകാരാണ് ചെയ്യേണ്ടത് എന്ന് മുട്ടുന്യായങ്ങൾ നിരത്തി നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കിയാൽ ഒരു കാരണവശാലും 1.5 വർഷം മുമ്പ് കൊടുത്ത പരാതിയടക്കം ഇവിടുത്തെ വയലുകളിൽ ഒളിച്ചിരിക്കുക. നാളെ നിങ്ങൾ അതെല്ലാം പൊക്കിക്കൊണ്ടുവരേണ്ടി വരും. ഒരുറപ്പ് ഞങ്ങൾ പറയുന്നു. ഈ വിഷയത്തിനകത്ത് കൃത്യമായ നിലപാട് ഇന്ന് നിങ്ങൾ സ്വീകരിച്ചില്ല എങ്കിൽ രാത്രി, പകലെങ്കിൽ പകൽ ഇന്ന് ഈ ഇരിക്കുന്ന സമരസഖാക്കൾ ഇവിടെ തന്നെ കുത്തിയിരിക്കും. അത് ഉറപ്പാണ്. ആ പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾ ഇനിയും കണ്ടില്ല എങ്കിൽ കേവലം മുട്ടുന്യായങ്ങൾ കൗൺസിലറുടെ ബന്ധുക്കളുടെയോ മുട്ടുന്യായങ്ങൾ നിരത്തിക്കൊണ്ട് നിങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഓടുന്ന മുറയ്ക്ക് നിങ്ങളെ പൂട്ടിയിട്ട് ഇവിടെ ഈ റൂമിൽ തന്നെ പൂട്ടിയിട്ട് കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ട് മാത്രമേ ഞങ്ങൾ സമരസഖാക്കൾ ഇവിടെ നിന്ന് പിൻവാങ്ങുകയുള്ളൂ.